പഹൽഗാമിൽ 26 നിരപരാധികളെ കൊലപ്പെടുത്തിയ പാകിസ്ഥാന് അതിശക്തമായ മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന കര-വ്യോമ നാവികസേനയുടെ സംയുക്ത നീക്കം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു കളഞ്ഞു. അക്രമത്തിൽ 80 ഭീകര കൊല്ലപ്പെട്ടതായി വിവരം. മുറിഡ്കയിലെ ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തെന്ന് സൈന്യം. ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസറിന്റെ താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. മെഹ്മൂനയിലെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങളും തകർത്തു. ഭാരത് മാതാ കി ജയ് എന്ന എക്സ്പോസ്റ്റിലൂടെ ആയിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇന്നത്തെ പ്രതികരണം. നീതി നടപ്പാക്കി എന്ന് സൈന്യം പ്രതികരിച്ചു. ലോകം ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ. ഇന്ന് പുലർച്ചെ 1:44 ഇന്ത്യയുടെ മിന്നലാക്രമണം. ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകിയ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. രാജ്യത്തെ 6 ഇടങ്ങൾ ആക്രമിക്കപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഇന്ന് രാവിലെ 10:30 മണിക്ക് ഡൽഹിയിൽ സൈന്യം വിശദീകരിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബൽറാം, ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് മറ്റെന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ലോകം മുഴുവൻ ഇന്ത്യ ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ സൈനിക നീക്കങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെയായിരിക്കും ലോകരാജ്യങ്ങൾ വിലയിരുത്തുക. അതിർത്തിയിലെ പമ്പോറിൽ നിന്നാണ് ബൽറാം ചേരുന്നത്. പറയൂ ബൽറാം. SKN, ഞാനിപ്പോൾ ഉള്ളത് പുൽവാമയിലെ പാമ്പോറിലെ യുവൻ എന്ന ഗ്രാമത്തിലാണ്. ഇവിടെയാണ് ഒരു പാക് വിമാനം തകർന്നു വീണിരിക്കുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ. ഇപ്പോൾ കണക്കാക്കുന്നത് ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാൻ അതിന് മറുപടി നൽകാൻ ഇറങ്ങിത്തിരിച്ച ഒരു വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീണത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തകർന്നു വീഴപ്പെട്ടതാണ് ഈ വിമാനം എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇവിടെ പരിശോധന പൂർത്തിയാക്കുകയാണ് വിദഗ്ധ സംഘം. വ്യോമയാന മേഖലയിലെ വിദഗ്ധർ, ഒപ്പം തന്നെ വ്യോമസേനയിലെയും മറ്റ് ഫോറൻസിക് അടക്കമുള്ള വിദഗ്ധ സംഘങ്ങൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തകർന്നു വീണിരിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനം ആയി കണക്കാക്കുന്ന JF-17 ആണ് എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇന്ന് ഡൽഹിയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. അതിനു മുമ്പായി പരിശോധനകൾ പൂർത്തിയാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം അഥവാ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. അതിന് മറുപടി പറയാൻ പാകിസ്ഥാൻ അയച്ച വിമാനമാണ്. അതിൽ പാകിസ്ഥാന്റെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ ആയുധം എന്നാണ് ഈ JF-17 യുദ്ധവിമാനത്തെ വിലയിരുത്തുന്നത്. ഇത് പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിച്ച ഒരു വിമാനമാണ്. F-16 വിമാനത്തിന്റെ കുറച്ച് അപ്ഡേറ്റ് ചെയ്ത, അതിലും ഏറെ പ്രഹരശേഷിയുള്ള വിമാനം എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന ഒരു വിമാനമാണ് JF-17. ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ഉള്ള പാകിസ്ഥാന്റെ കലവറയിലെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു ആയുധമാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനമാണ് ഈ JF-17 എന്നുള്ളത്. ഈ വിമാനത്തിന്റെ JF-17 അവശിഷ്ടങ്ങളാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഔദ്യോഗികമായില്ല എങ്കിൽ പോലും അല്പസമയം മുമ്പ് എയർഫോഴ്സിന്റെ വാഹനം ഒപ്പം തന്നെ പരിശോധനാ സംഘവും ഇവിടെ എത്തി ഈ വിമാനം തകർന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നും തെറിച്ചു വീണ വസ്തുക്കൾ ഉൾപ്പെടെ ശേഖരിച്ച് മടങ്ങിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ പാക് എയർഫോഴ്സ് ഐറ്റംസ് എന്നായിരുന്നു സ്റ്റിക്കർ പതിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാന്റെ വിമാനം തന്നെയാണ് തകർന്നു വീണിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അനൗപചാരികമായി തന്നെ സ്ഥിരീകരിക്കാം. അതേസമയം ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വിമാനത്തിലെ പൈലറ്റിന് ഇജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അവശിഷ്ടങ്ങൾ പ്രാഥമികമായി പരിശോധിച്ചതിൽ നിന്നും ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ഇയാൾക്ക് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ വിമാനത്തിന്റെ പൈലറ്റിന്റെ കോക്പിറ്റ് ഉൾപ്പെടുന്ന ഭാഗമാണ് തകർന്നു വീണിരിക്കുന്നത്. ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് തകർന്നിരിക്കുന്നത്. സ്കൂളിന്റെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വിമാനം ഇടിച്ചിറങ്ങിയതിനെ തുടർന്ന് ഇതൊരു ജനവാസ മേഖലയാണ് എന്നുള്ളതും ഏറ്റവും നിർണായകമാണ്. എങ്കിൽ പോലും ആളുകൾക്ക്, ഈ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ അത്തരത്തിൽ പരിക്കേറ്റതായോ മറ്റു റിപ്പോർട്ടുകളില്ല. എന്നാൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നിരിക്കുന്നു. ഇത് 2 മണിയോടെയാണ്, പുലർച്ചെ 2 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ വിമാനം തകർന്നു വീണത്. സമീപത്തുള്ള ഒരു മസ്ജിദിന്റെ മുകൾ ഭാഗത്ത് നേരിയ തോതിൽ
ഉരസിക്കൊണ്ടാണ് ഈ വിമാനം തകർന്ന് റോഡിന്റെ മറുഭാഗത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിലേക്ക് തകർന്നു വീണിരിക്കുന്നത്. നമുക്ക് കാണാം ആ മസ്ജിദിന്റെ മുകൾ ഭാഗത്ത് നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വിമാനം താഴ്ന്ന് ഇറങ്ങിയതിനെ തുടർന്ന്. എന്നാൽ മറ്റ് അപകടങ്ങളൊന്നും ഈ പരിസരത്ത് സംഭവിച്ചിട്ടില്ല. സ്കൂൾ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാര്യമായ കേടുപാടുകളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കുന്നത് അധികൃതർ. ഒപ്പം തന്നെ നാട്ടുകാരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. 2 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ അതിന് പകരം ചോദിക്കാൻ പാകിസ്ഥാൻ പറഞ്ഞയച്ച വിമാനമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തകർന്നടിഞ്ഞ് ഈ പാമ്പോറിലെ സ്കൂൾ ഗ്രൗണ്ടിൽ കിടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് ഡൽഹിയിൽ നിന്നായിരിക്കും ഉണ്ടാകുക. ആ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ.